കുറച്ച് ദിവസമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് കോൺസ്റ്റബിൾ മഞ്ജു നിന്ന് മാറിയത്, ആരെങ്കിലും മാറ്റിയതാണോ എന്നൊക്കെ. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാല്, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം മഞ്ജു നിന്ന് ക്വിറ്റ് ചെയ്തതാണ്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കത് ഇപ്പൊ നിങ്ങളോട് പറയാൻ പറ്റില്ല. ഒരുപാട് റീസൺസ് ഉണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ ഒന്നും അല്ല. ഞാൻ ആക്ച്വലി കുറെ മാസങ്ങളായിട്ട് ഇതിനു വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും അതിനകത്ത് നിന്ന് മാറാനായിട്ട്. ഇപ്പോഴാണ് എനിക്ക് അതിനുള്ളൊരു സാഹചര്യം കിട്ടിയത്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് നിന്ന് മാറി. കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പക്ഷെ ഞാൻ പറയാം, എനിക്ക് നിങ്ങളോട് ഇപ്പൊ പറയാൻ പറ്റില്ല. പറയേണ്ട സാഹചര്യം വരുമ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. പിന്നെ ഒരുപാട് സന്തോഷം, ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കോൺസ്റ്റബിൾ മഞ്ജു ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. ഈ 1.5 വർഷവും ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്രത്തോളം ആൾക്കാര് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അതായത് മഞ്ജുവായിട്ടും സ്വാതിയായിട്ടും എന്നെ ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് ഞാൻ അതിനകത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. വൈകിപ്പോയോന്ന് ചോദിച്ചാൽ വൈകിപ്പോയി, നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ. ബാക്കി എന്തുകൊണ്ടും ഞാൻ ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയാ, മാനസികമായിട്ട് ഞാൻ വളരെ ഓക്കെയാണ്. അത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ മേ ബി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നേനെ. അതുകൊണ്ട് ഞാൻ എന്റെ മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും എല്ലാം നല്ലതാണ് എന്ന് തോന്നിയിട്ടാണ് ഞാൻ മഞ്ജുവിൽ നിന്ന് ക്വിറ്റ് ചെയ്തത്. ഇത്രയും ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് ഇൻസ്റ്റഗ്രാമിലെ പേഴ്സണൽ മെസ്സേജസ് ആയിട്ടും അല്ലെങ്കിൽ എന്റെ ഓരോ ഫോട്ടോസിന്റെയും റീൽസിന്റെ ഒക്കെ താഴെ വന്നിട്ട് എന്തിനാ മാറിയത്, ഞങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു, തിരിച്ചു വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് കുറെ കോൾസ് വന്നു, അൺഎക്സ്പെക്ടഡ് ആയിട്ട് കുറെ കോൾസ് വന്നു. സോ അതിനൊക്കെ ഞാൻ എത്രത്തോളം നിങ്ങളുടെ അടുത്ത് നന്ദി പറയണം എന്ന് ചോദിച്ചാൽ എനിക്കതിന് വാക്കുകളില്ല. ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച് ഫ്രം ബോട്ടം ഓഫ് മൈ ഹേർട്ട്. എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് നിങ്ങളുടെ ഓഡിയൻസിന്റെ അടുത്ത്. ഞാൻ ഓഡിയൻസ് എന്ന് പറയുന്നില്ല, എന്റെ ആൾക്കാർ, എന്നെ സ്നേഹിക്കുന്ന, എന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ഒരാളായിട്ട് കാണുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ അത് നിങ്ങളടുത്ത് പറയേണ്ടി വന്നാൽ ഞാൻ പറയാം. എന്തായാലും എന്നെ സ്നേഹിക്കുന്നതിനും എന്നെ സ്നേഹിച്ചതിനും സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് നന്ദി. ഇനി പുതിയൊരു കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു എന്താ പറയാ ഒരു ജേർണി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൻഡ് ലവ് യു ആൾ.